നമ്മൾ എല്ലാ ആഴ്ചയിലും ഒരു സ്പിരിച്വൽ തോട്ട് ഷെയർ ചെയ്യാറുണ്ട്. ഇന്നും നിങ്ങളുടെ ഒപ്പം ഷെയർ ചെയ്യാൻ ഒരു ആത്മീക ചിന്തയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എടുക്കുന്നത്. എവിടെയാണ് സ്വർഗം? എപ്പോഴാണ് സ്വർഗം ഇറങ്ങി വരുന്നത്? സ്വർഗം ഇറങ്ങി വരുന്നത് എപ്പോഴാണ്? എവിടെയാണ് സ്വർഗം? സത്യം പറഞ്ഞാൽ സ്വർഗം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. സ്വർഗം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ചിന്തയുടെ ആധാരം. പക്ഷേ ഇത് കണ്ടെത്താൻ കഴിയാത്തത് എന്തുകൊണ്ട് എന്ന ഒരു ചെറിയ ചോദ്യമില്ലേ? അത് കണ്ടെത്തണമെങ്കിൽ സെൽഫ് അവെയർനെസ് ഉണ്ടാകണം. ആത്മബോധം ഉണ്ടാകണം. അത് എല്ലാവർക്കും കൈവരിക്കാവുന്നതേ ഉള്ളൂ. ഞാനൊരു കഥ പറയാം. ധൂർത്തപുത്രനെ കുറിച്ചൊരു കഥ ബൈബിളിലുണ്ട്. മുടിയനായ പുത്രൻ എല്ലാം സ്വത്തും, അവന് കിട്ടിയ സ്വത്ത് മുഴുവൻ നശിപ്പിച്ചു. അവൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അവന് തെറ്റായ ധാരണകളായിരുന്നു. അന്ന് പിതൃസ്വത്തെല്ലാം ചോദിച്ചു വാങ്ങി അതെല്ലാം വഴിവിട്ട ജീവിതത്തിലൂടെ അവൻ വേസ്റ്റ് ചെയ്ത് കളഞ്ഞു. അവസാനം അവൻ കുത്തുപാളയെടുത്തു. അഷ്ടിക്ക് വകയില്ലാതെ അവൻ വിഷമിച്ചു. ജോലി തേടി അവൻ പോയത് പന്നിയെ മേയ്ക്കാനാണ്. പന്നിയെ മേയ്ക്കുന്ന ജോലി അവന് കിട്ടിയുള്ളൂ. പക്ഷെ അവിടെ ചെന്നിട്ടും അവൻ്റെ പട്ടിണിക്ക് മാറ്റമില്ല. പന്നി തിന്നുന്ന തീറ്റ തിന്നേണ്ടി വന്നു. പട്ടിണിയെ അഭിമുഖീകരിച്ചപ്പോൾ അവൻ്റെ ആത്മബോധം ഉണർന്നു. അവനെ ചിന്തിക്കാൻ തുടങ്ങി, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, ഞാൻ വളർന്ന സാഹചര്യം ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. അവിടെ വീട്ടിലെ ജോലിക്കാരൊക്കെ ഭക്ഷണം കഴിച്ച് കൊണ്ട് കളയുകയാണ്, അവശേഷിക്കുന്നത് കൊണ്ട് കളയുകയാണ്. അത്ര സമ്പന്നമായൊരു തറവാടായിരുന്നു അത്. അവൻ സ്വയം ആലോചിക്കാൻ തുടങ്ങി, എന്തിന് ഞാനിങ്ങനെ ജീവിക്കുന്നു? തിരിച്ചെൻ്റെ പിതൃഭവനത്തിലേക്ക് പോയാൽ എന്തേ? അവിടെയാണ് സെൽഫ് അവെയർനെസ് അവനിൽ എത്തുന്നത്. ഒരാത്മബോധം അവൻ ഉദിക്കുന്നു. ബൈബിളിൽ പറയുന്നത് അവന് സുബോധമുണ്ടായെന്നാണ്. ഈ സുബോധത്തിൻ്റെ മറ്റൊരു പേരാണ് ആത്മബോധം. സെൽഫ് അവെയർനെസ് ഉണ്ടായി. താനിങ്ങനെയൊന്നും നടക്കേണ്ടവനല്ല, തൻ്റെ സാധ്യതകൾ ഇതൊന്നുമല്ല എന്നവൻ മനസ്സിലാക്കി തിരിച്ച് വീട്ടിൽ പോയി യഥാസ്ഥാനപ്പെട്ടു എന്നതാണ് ആ കഥ. അതുകൊണ്ട് ഈ ആത്മബോധം നമുക്കുണ്ടാകണം. ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഉള്ളിലെ ശബ്ദത്തിന് ചെവി കൊടുക്കണം. അങ്ങനെ ഒന്നുണ്ട്, ഇന്നർ വോയിസ്. നമുക്കെല്ലാം ഉള്ളിലൊരു ശബ്ദമുണ്ട്. ഇടതോട്ട് പോ, വലതോട്ട് പോ, മുമ്പോട്ട് പോ, പിറകോട്ട് പോ, അത് തെറ്റ്, ഇത് തെറ്റ് എന്ന് ആരോ ഉള്ളിലിരുന്ന് പറയുന്ന പോലെ ഒരു തോന്നൽ പലപ്പോഴും ഉണ്ട്. അതിനെ നമുക്ക് വിളിക്കാം ഇൻറ്റ്യൂഷൻ. ഇൻറ്റ്യൂഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഈ ആത്മവിളിയുണ്ടല്ലോ, ഇന്നർ വോയിസ്, അതെ, ആത്മബോധം ഉണ്ടാകുമ്പോഴാണ് നമ്മളതിന് ചെവി കൊടുക്കുന്നത്. ആ ശബ്ദം കേൾക്കുമ്പോൾ എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും. ആ ഉള്ളിൽ നിന്ന് വരുന്ന ശബ്ദം കേൾക്കുമ്പോൾ നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. ഒരു പുതുജീവൻ പ്രാപിക്കുന്നത് അപ്പോഴാണ്. വെറുതെ ഒന്നും പുതുജീവൻ കിട്ടില്ല. ആത്മബോധം ഉണ്ടാകണം, ഉള്ളിലെ ശബ്ദം കേൾക്കണം, ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കണം, പുതുജീവൻ പ്രാപിക്കും.
ആ ട്രാൻസ്ഫോർമേഷനെയാണ് സെൽഫ് ഫുൾഫിൽമെൻറ്റ് എന്ന് വിളിക്കുന്നത്. നിറവേറി ആത്മനിറവേറൽ അവിടെയാണ് സംഭവിക്കുന്നത്. ഈ ഇൻസൈറ്റ് ലഭിക്കുമ്പോൾ നാം നമ്മെ തന്നെ മനസ്സിലാക്കുന്നു. വി പെർസീവ് അവേഴ്സെൽസ്. നമ്മളെ തന്നെ കാണുകയാണ്. കണ്ണാടിയിൽ നമ്മുടെ മുഖം കാണുന്ന പോലെ, ഒരു കണ്ണാടിയിൽ നമ്മുടെ മുഖം നമ്മൾ കാണുന്നത് പോലെ നമ്മെ തന്നെ കാണുകയാണ് ഈ ഇൻസൈറ്റ് നമുക്ക് ലഭിക്കുമ്പോൾ. അങ്ങനെ ഇന്നർ സെൽഫ് കണ്ടെത്താൻ നമുക്ക് കഴിയുന്നു. നമ്മൾ ഒരു അർത്ഥം പറഞ്ഞാൽ ജന്മം മുതൽ നമ്മളെ അന്വേഷിക്കുന്നത് ഈ ഇന്നർ സെൽഫാണ്. ജനിച്ച ദിവസം മുതൽ മനുഷ്യൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്, ജന്മം മുതൽ അന്വേഷിക്കുന്നത് ഈ ഇന്നർ സെൽഫാണ്. എന്നെ ആന്തരിക മനുഷ്യൻ നീ വിളിക്കുകയാണ്. ആ ആന്തരിക മനുഷ്യനെ നമ്മൾ കണ്ടെത്തുന്നു. അപ്പോഴാണ് സ്വർഗം നമ്മുടെ ഇടയിലേക്ക് വരുന്നത്. സ്വർഗം നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരികയാണ്. യു ആർ ഓൾറെഡി ഇൻ ഹെവൻ. സ്വർഗത്തിലായപ്പോഴും ഇങ്ങനെ ഒരു മനുഷ്യനാണ് സ്വർഗത്തിൽ കഴിയുന്നത്. യു ആർ ഓൾറെഡി ഇൻ ഹെവൻ. സ്വർഗം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് എന്ന് ക്രിസ്തു പറയുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൂട്ടി വായിച്ച് മനസ്സിലാക്കണം. അതുകൊണ്ട് ഇവിടെയൊന്നുമല്ല സ്വർഗം ഇരിക്കുന്നത്, അത് നമ്മളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാ വലിയ ചിന്ത. ആ വലിയ ചിന്ത ഈ ആഴ്ച നമ്മളെ കുറേ കാര്യങ്ങൾ ചിന്തിക്കാൻ പ്രേരിപ്പിക്കും. ഈ ഉൾക്കാഴ്ച ലഭിക്കുമ്പോൾ സെൽഫ് റിയലൈസേഷൻ സംഭവിക്കുന്നു, ആത്മസാക്ഷാത്കാരം ഉണ്ടാകുന്നു. ആത്മസാക്ഷാത്കാരത്തിൽ നമ്മൾ എത്തിക്കഴിയുന്നത് അതൊരു പരമമായ അവസ്ഥയാണ്. വളരെ വലിയൊരു ഒരു ആത്മീയമായ ഒരു ഉണർവുണ്ടാക്കുന്ന അവസ്ഥയാണ്. നമ്മെ തന്നെ കണ്ടെത്തി വി പെർസീവ് അവേഴ്സെൽസ്. നമ്മെ തന്നെ കണ്ടെത്തുകയാണ്. സെൽഫ് ഡിസ്കവറിയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് സ്വർഗം നമ്മുടെ ഇടയിലുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മളിൽ തന്നെ അത് വസിക്കുന്നു. വി ആർ ഓൾറെഡി ഇൻ ഹെവൻ.